രജിസ്ട്രാർ കോടതിയിൽ പോട്ടെ, നിയമപരമായിട്ടുള്ള വഴികൾ അദ്ദേഹം നോക്കട്ടെ. രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. തന്നെയല്ല, വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരവും ഇല്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് വൈസ് ചാൻസലർക്ക് അച്ചടക്ക നടപടി എടുക്കാൻ അധികാരമില്ല രജിസ്ട്രാർക്കെതിരായിട്ട്. സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ വിഷയം സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ സംഘർഷാത്മകമായൊരു സാഹചര്യമൊക്കെ ഉണ്ടായതിനെ മുൻനിർത്തി ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യണമെന്ന് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. ആ സാഹചര്യം നിലനിൽക്കെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് വൈസ് ചാൻസലർ തയ്യാറായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ RSS പ്രീണന നയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഈ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അധികാരമുണ്ട്, ആ അധികാരത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാത്തതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പിരിച്ചുവിടാനല്ല, സസ്പെൻഡ് ചെയ്തിട്ട് സിൻഡിക്കേറ്റിന് ഇതിൽ തീരുമാനം എടുക്കാൻ, അന്വേഷണം നടത്താനായിട്ട് അധികാരമുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഡ് ചെയ്യൽ അച്ചടക്ക നടപടിയല്ലേ? അപ്പോൾ VC അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണെന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ കേരള സർവകലാശാലയുടെ അക്കാദമിക് കാര്യങ്ങളിൽ കുറേ കൂടി ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കട്ടെ. ഈ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് NAC അക്രഡിറ്റേഷനിൽ A++ NIRF റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ രാജ്യത്ത് 9ാം സ്ഥാനം, അതുപോലെ ഇൻ്റർനാഷണൽ റാങ്കിങ്ങിലുമൊക്കെ അന്തസ്സായിട്ട് ഇടം പിടിക്കാൻ സാധിച്ചതൊക്കെ തന്നെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ്. VC ഓരോ സ്ഥലത്ത് തീർത്ഥയാത്ര നടത്തുകയാണല്ലോ. അപ്പോൾ VC കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അവിടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. മുൻപൊരിക്കൽ കേരള സർവകലാശാലയുടെ സെനറ്റിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പങ്കെടുത്തപ്പോൾ അത് സെനറ്റിൻ്റെ നോട്ടീസ് സെനറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിച്ചിട്ടാണ് ഞാൻ സെനറ്റിൽ പങ്കെടുക്കുന്നത്. പ്രോ ചാൻസലർ പങ്കെടുക്കുന്ന സെനറ്റ് യോഗത്തിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം പ്രോ ചാൻസലറാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ആ സന്ദർഭത്തിലും വൈസ് ചാൻസലർ അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കേണ്ടത് എന്ന വാദമുഖം ഉയർത്തുകയും അവിടെ ഞാൻ അധ്യക്ഷത വഹിക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് അദ്ദേഹം അധ്യക്ഷത വഹിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലും പല ആളുകളും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് കരുതുകയുണ്ടായി. പിന്നീട് വളരെ സുവ്യക്തമായ നിലയിൽ മനസ്സിലായല്ലോ അദ്ദേഹം പറഞ്ഞതല്ല ശരിയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ഇനിയും കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇവിടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മോഹൻ ഭഗവത് RSSൻ്റെ സുപ്രീം അതോറിറ്റി തന്നെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം ചേരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദക്ഷിണേന്ത്യൻ സർവകലാശാലകളിലൊക്കെ തന്നെ ഈ കാവ്യവൽക്കരണ അജണ്ട അവർ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യപതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ മനുഷ്യരുടെ മനസ്സിലേക്ക് തിരികെ കയറ്റാണ്, ലെജിറ്റിമൈസ് ചെയ്യാണ്. ആ ബിംബത്തിനെ RSSൻ്റെ പ്രതീകത്തിനെ നോർമലൈസ് ചെയ്യാണ്. ഇവിടെ ത്രിവർണ്ണ പതാകയാണ് രാജ്യത്ത് അംഗീകരിച്ചിട്ടുള്ളത്. ആ പതാകയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അത് വളരെ അപലപനീയമാണ്. ഇങ്ങനെ ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന രീതികൾ. ഈ കെട്ടിടം പഴയ കെട്ടിടമാണ്, അവിടെ ആരും പ്രവേശിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല, പുതിയ കെട്ടിടം കിഫ്ബി പദ്ധതി പ്രകാരം അവിടെ പണി പൂർത്തീകരിച്ച് അല്പദിവസത്തിനകം തന്നെ എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്.
രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അതിശക്തമായിട്ട് പറയാണ്. വീട്ടുകാരും ബന്ധപ്പെട്ടില്ല, മന്ത്രിമാരും ബന്ധപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് അതൊക്കെ ബന്ധപ്പെടും. വളരെ ഉത്തരവാദിത്തപൂർവ്വം ഇക്കാര്യങ്ങളിലൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രിസഭയാണെന്നുള്ളത്. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ ഇടപെടുകയും വേണ്ട സപ്പോർട്ട് കുടുംബത്തിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഉണ്ടാവും. അതിന് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്.